HTML ജാവാസ്ക്രിപ്റ്റിൽ ഒരു 2 സംഖ്യകൾ ആഡ് ചെയ്യേണ്ട ഒരു കോഡ് എഴുതാണ്. അപ്പോൾ നമ്മൾ HTML തുറന്നിട്ട് കോഡ് എഴുതുക. ആദ്യം തന്നെ HTML സെലക്ട് ചെയ്യുക, ടാബ് ഉപയോഗിക്കുക. HTML ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യണം. നമ്മൾ HTML ഉള്ളിൽ അടുത്തത് ഹെഡ്, HTML ഉള്ളിൽ ഹെഡ് ടാബ് ഓപ്പൺ ചെയ്യാം. ഹെഡ് ടാബ് ഓപ്പൺ ചെയ്ത് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. ഹെഡ് കഴിഞ്ഞിട്ട് ഹെഡ് ക്ലോസ് ചെയ്യുന്നത് ടൈറ്റിൽ ഓപ്പൺ ചെയ്യാം. ടൈറ്റിൽ ടാബ് ഓപ്പൺ ചെയ്ത് ടൈറ്റിൽ ടാബ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഹെഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെഡ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബോഡി ടാബ് ഓപ്പൺ ചെയ്യാം. ഹെഡ് സെക്ഷൻ കഴിഞ്ഞിട്ട് ബോഡി ടാബ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാബിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് HTML നമുക്കൊരു ഫോം ഉണ്ടാക്കണം. ആ ഫോമിൻ്റെ ഉള്ളിൽ 2 ടെക്സ്റ്റ് ബോക്സ് വേണം. 3 ടെക്സ്റ്റ് ബോക്സ്. 2 സംഖ്യകളുടെ സം കാണണം. കണ്ടിട്ട് അതിൻ്റെ ഉത്തരം വേറെ ടെക്സ്റ്റ് ബോക്സിലേക്ക് വരണം. 2 സംഖ്യകൾ ഇൻപുട്ട് ചെയ്യാനായിട്ട് 2 ടെക്സ്റ്റ് ബോക്സും അതിൻ്റെ സം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് 3ാമത്തെ ടെക്സ്റ്റ് ബോക്സും. പിന്നെ വേണ്ടതൊരു ബട്ടനാണ്, സം എന്നുള്ള പേരിലുള്ള ബട്ടൺ. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് 1 ബോക്സിലും ടെക്സ്റ്റ് 2 ബോക്സിലും നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്പർ ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് 3 ബോക്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോമാണ്. അപ്പോൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഫോം, ഈ ഫോമിൻ്റെ നെയിം പ്രോപ്പർട്ടി നമുക്ക് ഫോമിന് നെയിം പ്രോപ്പർട്ടി നെയിം ഇട്ടു നമ്മൾ ഫോം നെയിം പ്രോപ്പർട്ടി ഫോം 1 കൊടുക്കാം. നെയിം പ്രോപ്പർട്ടി ഫോം 1 ഒരു ടാഗ് ചെയ്യാം. ഫോം ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരണം. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റിന് ടെക്സ്റ്റ് ബോക്സ്. നെയിം പ്രോപ്പർട്ടി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന നെയിം പ്രോപ്പർട്ടിയാണ്. നെയിം പ്രോപ്പർട്ടി കൊടുക്കാം. ടെക്സ്റ്റ് 1 കൊടുത്തിരിക്കുകയാണത്. നെയിം പ്രോപ്പർട്ടി ടെക്സ്റ്റ് 1 ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ദെൻ ഇൻപുട്ട് ടാഗ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് എന്ന് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. അതിൽ നെയിം പ്രോപ്പർട്ടിയാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് 2 എന്ന് കൊടുത്തിരിക്കുന്നു. നെയിം പ്രോപ്പർട്ടി ടെക്സ്റ്റ് 2 ടൈപ്പ് ചെയ്യാം. ഈ 3 ടെക്സ്റ്റ് ബോക്സാണ്. വീണ്ടും ഇൻപുട്ട് ടാഗ് ഇൻപുട്ട് സെൻസിറ്റീവ് ഇത് ക്യാപിറ്റലോ സ്മോളോ എഴുതാൻ കുഴപ്പമില്ല. നമുക്കിവിടെ ക്യാപിറ്റൽ എഴുതുന്നതിനൊപ്പം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം പ്രോപ്പർട്ടി ഈക്വൽ ടു ഇതിന് ഈ 3ാമത്തെ ടെക്സ്റ്റ് ബോക്സിന് നെയിം പ്രോപ്പർട്ടി ടെക്സ്റ്റ് 3. ശ്രദ്ധിക്കുക, പ്രോഗ്രാമിൽ നെയിം പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ടെക്സ്റ്റ് ബോക്സ് അവിടെ വരും. ഇതാണ് ഫോം. ഇതാണ് ഫോം ടാഗ്, ബോഡി ടാഗ്, HTML. ഇതാണ് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ചെയ്യുന്നു. ഇനി നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ചെയ്തിട്ട് നമ്മളിതിനെ ഒന്ന് സേവ് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് 3 ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് താഴേക്ക് വരാനായിട്ട് 3 ടെക്സ്റ്റ് ബോക്സ് താഴേക്ക് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ P ടാഗ് കൊടുക്കുക. പാരഗ്രാഫ് ടാഗ് P ടാഗ് ഉള്ളത്. P ടാഗ് ശരിക്കും കണ്ടെയ്നർ ടാഗാണ്, പക്ഷെ നമുക്ക് ഒരു P കൊടുത്താലും വർക്ക് ചെയ്യും. P ടാഗ് അല്ലെങ്കിൽ PR ടാഗ് കൊടുത്താൽ മതി. P ടാഗ് പാരഗ്രാഫ് ബ്രേക്ക്
BR ടാഗ് ലൈൻ ബ്രേക്കാണ്. അപ്പോൾ 3 പാരഗ്രാഫ് ബ്രേക്ക് കൊടുത്ത് ഇതിനിടയിൽ ബ്രേക്ക് കിട്ടാനായിട്ടോ. പിന്നെ നമുക്കൊരു ബട്ടൺ വേണം. ബട്ടൻ്റെ ക്ലിക്ക് വെൻറ്റിലാണ് നമ്മൾ ഫങ്ഷനെ വിളിക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ബട്ടന് വേണ്ടി ഇൻപുട്ട് ടാഗ്, അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. അതിൻ്റെ ബട്ടൻ്റെ വാല്യൂ പ്രോപ്പർട്ടി ഈക്വൽ ടു സം എന്ന് കൊടുക്കുന്നു. ഈ വാല്യൂ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ബട്ടൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. അതിനുശേഷം ആ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ, അപ്പോൾ ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്? നമുക്ക് സം എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സം ഫംഗ്ഷന് ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ സം ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷനെ നമുക്കൊരു ഡബിൾ കൊട്ടേഷൻ എഴുതാം. ഇതാണ് ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഒരു ബട്ടൺ അവിടെ പ്ലേസ് ചെയ്യുന്നു. ആ ബട്ടൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് സം ആണ്, വാല്യൂ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇത്രയാണ് വേണ്ടത്. ഇനി സേവ് ചെയ്തിട്ട് നോക്കാം എന്താകും നോക്കാം. നമുക്കിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 2 ടെക്സ്റ്റ് ബോക്സിൽ ഇൻപുട്ട് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സം ഈ 3ാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ നമ്മൾ ഇത്രയും ഫോമിൽ ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത് ഈ ഹെഡ് സെക്ഷനുള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതാം. ഈ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഹെഡ് സെക്ഷനുള്ളിൽ എഴുതാം, ബോഡി സെക്ഷനുള്ളിൽ എഴുതാം. പക്ഷേ ഹെഡ് സെക്ഷനിൽ എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ബോഡി സെക്ഷനിൽ വേണ്ട ഇത്രയും കോഡുകളൊക്കെ ഉണ്ട്, ഹെഡ് സെക്ഷനിൽ അത്ര കോഡുകളില്ല. മാത്രമല്ല ഹെഡ് സെക്ഷനാണ് മെമ്മറിലോട്ട് ആദ്യം ലോഡാകുന്നത്. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്തുകൊണ്ടാണ് എവിടെയാണ് ജാവാസ്ക്രിപ്റ്റ് എഴുതേണ്ടത് കൂടുതൽ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഹെഡ് സെക്ഷൻ എഴുതാം. കാരണം ചോദിക്കുമ്പോൾ ഇവിടെ വേറെ കോഡുകളൊന്നുമില്ല. മാത്രമല്ല ഹെഡ് സെക്ഷനാണ് മെമ്മറിലോട്ട് ആദ്യം ലോഡാകുന്നത്. ഇനി നമുക്കിതിൽ ഫംഗ്ഷൻ എഴുതാനായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് തുടങ്ങാം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനുള്ളിൽ ജാവാസ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ് കേട്ടോ. ജാവാസ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ്. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫംഗ്ഷൻ എഴുതേണ്ടത്. അപ്പം നമുക്ക് ഫംഗ്ഷൻ എഴുതാനായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കും. ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നതെന്ന് എക്സാമിന് വരും. ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഓൺ ക്ലിക്ക് വേണ്ടി വിളിച്ചിട്ടുള്ള ഏത് ഫംഗ്ഷനാണ്? സം. അപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തുറക്കുകയാണ്, ഓപ്പൺ ആവുകയാണ്. ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് 3 വേരിയബിൾസ് ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് വാർ. എക്സാം ചോദിക്കും ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് വാർ. C++ൽ ഇൻറ്റ് A, B എന്ന് പറയുന്നതിന് പകരം ഇവിടെ വാർ എന്നിട്ട് ആ വേരിയബിൾ നെയിം നമ്മൾ ഏത് വാല്യൂ ആണോ ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം, അതിൻ്റെ ടൈപ്പായിട്ട് അത് അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് വാർ എക്സ്, വൈ, z ഇങ്ങനെ എക്സ്, വൈ, സമ്മിന് വേണ്ടി സം എന്നുള്ള വേരിയബിൾ 3 വേരിയബിൾ അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇനി എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എക്സിലേക്ക് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഫോമിലെ ടെക്സ്റ്റ് ബോക്സിൻ്റെ അതിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു അപ്പോൾ എഴുതേണ്ടത് വെച്ചാൽ ഡോക്യുമെൻറ്റ് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ കുറേ ഫോമുകൾ, അതിൽ ആദ്യത്തെ ഫോം ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം 1 നമ്മൾ പേര് കൊടുത്തില്ലേ. ഫോം നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മളൊരു ഫോം വെച്ചിട്ടുള്ള ഫോം 1 എന്നുള്ള ഫോം, ആ ഫോം 1ലെ ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ടെക്സ്റ്റ് 1 ആണ് നെയിം പ്രോപ്പർട്ടി, അതാണ് ശ്രദ്ധിക്കുന്നത്. നെയിം പ്രോപ്പർട്ടിയാണ് പ്രോഗ്രാം എഴുതുക. അപ്പോൾ ടെക്സ്റ്റ് 1 എന്ന ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ഏതിലേക്ക് അസൈൻ ചെയ്യണം? എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഇനി വൈ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം 1 ഡോട്ട് ആ ഫോമിലുള്ള ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിലെ
വാല്യൂ ടെക്സ്റ്റ് 2 ഡോട്ട് വാല്യൂ അതാണ് അസൈൻമെൻറ്റ് എക്സ് വൈ. ഇനി നമുക്ക് സമ്മിലേക്ക് എന്താ വേണ്ടത്? എക്സിലുള്ള വാല്യൂ പ്ലസ് വൈയിലുള്ള വാല്യൂ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് സമ്മിലുള്ളത് സ്ക്രീനിൽ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിലാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ആ ഡോക്യുമെൻറ്റിലുള്ള ഫോം 1ലുള്ള ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് 3 ഡോട്ട് വാല്യൂ പ്രോപ്പർട്ടി എന്തായിരിക്കണം? സമ്മിലുള്ള വാല്യൂ ആയിരിക്കും. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷന് ക്ലോസ് ചെയ്യുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എഴുതി സ്ക്രിപ്റ്റിനുള്ളിലാണ് ഫംഗ്ഷൻ എഴുതിയത്. ഇനി നമ്മൾ ഹെഡ് സെക്ഷൻ നമ്മൾ ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. ബോഡി സെക്ഷനിൽ ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഫോം എന്നുള്ള പേരിൽ അതിൽ 3 ടെക്സ്റ്റ് ബോക്സ്, അതിന് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനും പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനും ചെക്ക് ബോക്സ് റേഡിയോ ബട്ടൺ ഇതിനൊക്കെ ടൈപ്പ് എന്നാണ് ഇൻപുട്ട് ടാബ് ഉപയോഗിക്കും. അതിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിൽ ടെക്സ്റ്റ് ബോക്സിന് ടെക്സ്റ്റ് കൊടുക്കുക, പാസ്വേഡ് ബോക്സിന് പാസ്വേഡ് കൊടുക്കുക. അവരോട് എക്സാം ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമ്മളിതിനെ സേവ് ചെയ്തിട്ട് ശരിയാണോ വർക്ക് ചെയ്യുമ്പോൾ നോക്കാം. എന്നിട്ട് എക്സിക്യൂട്ട്. ആ 3 ടെക്സ്റ്റ് ബോക്സ് വന്നു. നമുക്കിതിൽ ഞാൻ 10 എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. ഇവിടെ ഞാൻ 20 എന്നുള്ള വാല്യൂ കൊടുത്തു. എന്നിട്ട് ഈ സമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ 10, 20 ഇങ്ങനെ വന്നാൽ അല്ലേ? നമുക്ക് വേണ്ട എന്താ 30 വരില്ല. അപ്പോൾ എക്സാമിന് ചോദിച്ച വേറൊരു ചോദ്യമാണ് ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സിൽ 10ഉം എക്സിൽ 10ഉം വൈ 20ഉം കൊടുത്തിട്ട് എക്സ് പ്ലസ് വൈ എന്നുള്ളത് 10, 20 ഇങ്ങനെ ജോയിൻ ചെയ്യുക ചെയ്തത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂവിനെ റീഡ് ചെയ്യുമ്പോൾ ടെക്സ്റ്റായിട്ടാണ് വെച്ചാൽ ഇതിനൊരു ടെക്സ്റ്റൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ടെക്സ്റ്റൽ വാല്യൂസ് നമ്മൾ അത് പ്ലസ് ചെയ്യുമ്പോൾ ജാവാ സ്ക്രിപ്റ്റിൽ പ്ലസ് ഓപ്പറേറ്റർ ഈ സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞ സ്ട്രിങ് വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ് നമ്മൾ ജോയിൻ ചെയ്യും. ഹാപ്പി പ്ലസ് വെൽക്കമിന് ഹാപ്പി വെൽക്കം അങ്ങനെ വരും. അപ്പോൾ നമുക്കിതിനെ ഇതിനെ സ്ട്രിങ്ങിനെ എന്താക്കി നമ്പർ ടൈപ്പ് ആക്കി വേണം. ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ് നമ്പർ സ്ട്രിങ് ബൂളിയനാണ്. എല്ലാ നമ്പേഴ്സും നമ്പർ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഡെസിമലായാലും ഡാറ്റ ടൈപ്പ് നമ്പർ. എല്ലാ ക്യാരക്ടറായാലും ഡബിൾ കൊട്ടേഷനോ സിംബോൾസ് എല്ലാം ഇട്ടാലും എന്താ സ്ട്രിങ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ബൂളിയൻ വാല്യൂസ് ട്രൂ ഓർ ഫാൾസ്. ഇതാണ് ജാവാ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ്. ഇതും എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ നമ്പറിലേക്ക് മാറ്റണം. അപ്പോൾ നമ്പറിലേക്ക് മാറ്റിയാൽ എഡിഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ഡോക്യുമെൻറ്റിലെ ഫോം 1ലെ ടെക്സ്റ്റ് 1 ബോക്സിലെ വാല്യൂ സ്ട്രിങ് ആയിട്ട് വരിക. അതിനെ നമ്മൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്പർ നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ C++ൽ പഠിച്ച പോലെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്പറിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. ഇനി ഇതുപോലെ വൈയിലുള്ള വാല്യൂ നമ്മൾ അപ്പോൾ N ക്യാപിറ്റലാണ് കേട്ടോ നമ്പറിൻ്റെ N ക്യാപിറ്റൽ ബാക്കി സ്മോൾ ലെറ്റർ NUMBER നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ വാല്യൂവിന് ഡോക്യുമെൻറ്റ് ഡോട്ട് വാല്യൂ ഇതിന് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിലുള്ള വാല്യൂ സ്ട്രിങ് ആയിട്ടാണ് ടെക്സ്റ്റ് ബോക്സിലുള്ള അതിന് നമ്പർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എക്സിൽ അസൈൻ ചെയ്യുന്നത്. അതുപോലെ വൈയിലേക്ക് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അസൈൻ ചെയ്യുന്നത്. ഈ സമീകരണം എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്പേഴ്സ് ആകുമ്പോൾ പ്ലസ് ആഡ് ചെയ്യാൻ ഉപയോഗിക്കും, സ്ട്രിങ് ആകുമ്പോൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സമ്മിലേക്ക് 2 വാല്യൂ ആഡ് ചെയ്യും. 10ഉം 20 ആണെങ്കിൽ 30 വരും. അത് സമ്മ് എന്ന് പറഞ്ഞ് മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഇത് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം 1 ഡോട്ട് ടെക്സ്റ്റ് 3 ഡോക്യുമെൻറ്റിലുള്ള ഫോം 1 എന്ന് പറഞ്ഞ ഫോമിലുള്ള ടെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എന്തായിരിക്കണം? ഈ സമ്മിലുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ സമ്മിലുള്ള വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യും. ദറ്റ് ഈസ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഇത്രയും കഴിഞ്ഞ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇതാണ് പ്രോഗ്രാം. നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് കമ്പൈൽ ചെയ്യേണ്ട, കാരണം ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മാർക്കപ്പ് ലാംഗ്വേജാണ്. അല്ല ഇനി വന്നില്ലേ. ഇനി ഞാനിതുപോലെ തന്നെ 10 കൊടുത്തു. നെക്സ്റ്റ് ഞാൻ 20 കൊടുത്തു. ഈ സമ്മ ഈ ബട്ടൻ്റെ ക്ലിക്ക് ഓൺ ക്ലിക്ക് വേണ്ടി ആ ഫംഗ്ഷനെ ഫോളോ ചെയ്യും. ഉത്തരം വന്നാണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബോക്സിനൊക്കെ ഒരു പേര് കൊടുക്കും. വെറുതെ ടെക്സ്റ്റ് ബോക്സിൽ അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. എൻ്റർ നമ്പർ 1, എൻ്റർ ഫസ്റ്റ് നമ്പർ, ഇങ്ങനെ എന്തെങ്കിലും വരണം. ഫസ്റ്റ് എൻ്റർ ഫസ്റ്റ് നമ്പർ, ഇനി ഒരു ലേബൽ വരണം അവിടെ. അപ്പോൾ ഇതിൽ എൻ്റർ സെക്കൻഡ് നമ്പർ,
ഡിസ്പ്ലേ ആണ്. പിന്നെ ടെക്സ്റ്റ് ബോക്സിൽ റിസൾട്ട് ഈക്വൽ ടു ഇങ്ങനെ വരണമെങ്കിൽ ഇതുപോലെ എഴുതാം. സേവ് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. സേവ് ബിറ്റ് എക്സിക്യൂട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ അടിച്ചു. ഇപ്പോൾ 12 അടിച്ചു. ഇവിടെ ഇപ്പോൾ 20.5 എൻ്റർ ചെയ്തു. സം ക്ലിക്ക് ചെയ്തു 32.5. അപ്പോൾ ഇതെന്താണ്, എല്ലാതും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ടായാലും ഇപ്പോൾ ഡെസിമലായാലും ഇൻറ്റീജർ ആയാലും ഒക്കെ നമ്പർ തന്നെ ഡയറക്റ്റ് ടൈപ്പ് അല്ല. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ അറേ ഡബിൾ കൊട്ടേഷൻ ആയാലും എഴുതിയാലും അതൊക്കെ സ്ട്രിങ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ട്രൂ ഓർ ഫാൾസ് ബൂളിയനായിട്ട്. അപ്പം നമ്പർ, സ്ട്രിങ്, ബൂളിയൻ ഈ 3 ഡാറ്റ ടൈപ്പാണത്. ഇതാണ് നമ്മളിപ്പം ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാമെന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റ് നമുക്ക് ബോഡി സെക്ഷനുള്ളിലും എഴുതാം, ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ എഴുതാം. പിന്നെ സ്ക്രിപ്റ്റ് എവിടെയൊക്കെ എഴുതാം, ഒരു എക്സ്റ്റേണൽ ഫയൽ, വേറൊരു ഫയലിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമുക്കതിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഏത് ഫയലിലേക്കാണെന്ന് വെച്ചാൽ ഏത് ഇതിലേക്ക് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും. 3 തരത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാം. അപ്പോൾ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിനാണ് വേറൊരു ഫയൽ എഴുതിയിട്ട് അതിനെ സേവ് ചെയ്ത് ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നതിന് പറയുന്നത്. അപ്പോൾ ഈ ബോഡി സെക്ഷനിലോ ഹെഡ് സെക്ഷനിലോ എഴുതുന്നതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ആൻസർ പറയേണ്ടത് ഹെഡ് സെക്ഷനിലായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ബോഡി സെക്ഷനിൽ മറ്റ് കോഡുകളൊക്കെ ഉണ്ട്, ഹെഡ് സെക്ഷനിൽ വേറെ കോഡുകളൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഇല്ല. മാത്രമല്ല ഹെഡ് സെക്ഷനാണ് മെമ്മറിയിലേക്ക് ആദ്യം ലോഡ് ചെയ്യുന്നത് ഇത് പറയാം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ബോഡി സെക്ഷനിൽ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ആ ഫോമിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നിൽക്കില്ലേ, അതിലെന്തൊക്കെയാണ് ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, പാസ്വേഡ് ബോക്സ് ഉണ്ടാവും, ഓപ്ഷൻ ബട്ടൺ ഉണ്ടാവും, ചെക്ക് ബോക്സ് ഉണ്ടാവും. അതൊക്കെ ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫോം നെയിം നമുക്കൊരു പ്രോപ്പർട്ടി ഫോം, പല ഫോമുകളും നമുക്കൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഫോം എന്ന് പറഞ്ഞൊരു ഫോമാണ്. അതിൽ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന ലാബിൽ അവിടെ ഇൻപുട്ട് ടാഗാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബട്ടനും ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചാൽ, അപ്പോൾ ബട്ടൺ, ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, അവിടെ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് വരും, ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ബോക്സ് വരും, ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സ് വരും, ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടൺ വരും. അപ്പം നമുക്ക് അവരുടെ ഇൻപുട്ട് ടൈപ്പ് ചെയ്തിട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ വരും. അപ്പോൾ ഇൻപുട്ട് ടാഗ് ഉപയോഗിക്കുന്നത് ഇതിനൊക്കെയാണ്. ഈ കൺട്രോൾസ് ഫോമിൽ കൊണ്ടുവയ്ക്കാനാണ് ഇത്തരം കൺട്രോൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ 3 ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവച്ചു. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട്, പിന്നെ ഈ നെയിം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതാണ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുക. അവിടെ കണ്ടില്ല ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2, ടെക്സ്റ്റ് 3. അപ്പോൾ പ്രോഗ്രാമിൽ എഴുതാനായിട്ട് അതിന് നെയിം പ്രോപ്പർട്ടി കൊടുക്കുക. നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് 1, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാനിപ്പോൾ ടെക്സ്റ്റ് 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നെയിം പ്രോപ്പർട്ടി ടെക്സ്റ്റ് 2 എന്ന് കൊടുത്തു. 3ാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ നെയിം പ്രോപ്പർട്ടി ടെക്സ്റ്റ് 3 എന്ന് കൊടുത്തു. അപ്പോൾ 3 ടെക്സ്റ്റ് ബോക്സ് വന്നു. എന്നിട്ട് നമ്മൾ ബട്ടൺ ഉണ്ട്, അപ്പോൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബട്ടൻ്റെ ഡിസ്പ്ലേ ചെയ്യാനുള്ള വാല്യൂ ആണ് ഈ വാല്യൂ പ്രോപ്പർട്ടി. ബട്ടൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് സം എന്ന് പറഞ്ഞൊരു പേര് അവിടെ വരുന്നില്ല, അതിനാണ് ഈ വാല്യൂ പ്രോപ്പർട്ടിയിൽ വരുന്നത്. പിന്നെ ബട്ടന് ക്ലിക്ക് ഇവൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻ്റ് ഉണ്ട്, മൗസ് ക്ലിക്ക് ഇവൻ്റ് ഉണ്ട്, മൗസ് മൂവ് ഇവൻ്റ് ഉണ്ട്, മൗസ് അപ്പ് ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഇവൻറ്റിലാണ് ഈ ഫംഗ്ഷനെ വിളിക്കേണ്ടത് അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്ക് ഇവൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, അതാണ് ഓൺ ക്ലിക്കിൽ ഏത് ഫംഗ്ഷനെ വിളിക്കും. ഇപ്പോൾ നമ്മൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനാണെങ്കിൽ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. അതല്ല ഈവൻ റോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്താണെങ്കിൽ അത് ഏത് ഫംഗ്ഷനെ നമ്മൾ എഴുതി ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഫംഗ്ഷനെ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ എക്സിക്യൂഷൻ എവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അവിടേക്ക് വരും. അപ്പോൾ ഇവിടേക്ക് വരും. ഇവിടെ വന്നിട്ട് മെമ്മറിയിൽ XY സം എന്ന് 3 വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി വാർ എന്നുള്ളത്, അപ്പോൾ ശ്രദ്ധിക്കണം, C++ പഠിക്കുമ്പോൾ ഇൻറ്റ് XY സം എന്ന് കൊടുത്ത്, പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് വാർ X, Y, സം എന്ന് പറഞ്ഞാൽ X എന്ന പേരിലും Y എന്ന പേരിലും സം എന്ന പേരിലും 3 വേരിയബിൾ അവിടെ മെമ്മറിയിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ ഏത് വാല്യൂ ആണ് വേരിയബിളിന് കൊടുക്കുന്നത് ആ
ടൈപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. നമ്മൾ ഇൻറ്റീജർ കൊടുത്താൽ അതിൻ്റെ ടൈപ്പ് ഇൻറ്റായിരിക്കും, അത് ഇൻറ്റ് സോറി നമ്പർ ആയിരിക്കും. നമ്മൾ സ്ട്രിങ് കൊടുത്താൽ സ്ട്രിങ് ആയിരിക്കും. അത് ഏത് വാല്യൂ വെച്ചാൽ അതിൻ്റെ ടൈപ്പ് അതുപോലെ അസൈൻ ചെയ്യും. എന്നിട്ട് എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത വാല്യൂന് എക്സിൽ വരില്ല. അതിനാണ് ഡോക്യുമെൻറ്റിലുള്ള ഈ ഡോക്യുമെൻറ്റിലുള്ള ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് 1 എന്ന ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ആയിരിക്കണം എക്സിൽ വരില്ല. അപ്പോൾ അത് ഈ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ സ്ട്രിങ് ആയതുകൊണ്ട് നമ്പറിലേക്ക് കൺവേർഷൻ നടത്താനാണ് നമ്പർ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പിലേക്ക് കൺവേർഷൻ നടത്തും. ഇനി വൈയിൽ ഇതുപോലെ തന്നെ ടെക്സ്റ്റ് 2 ബോക്സിലെ വാല്യൂ വൈയിലേക്ക് അസൈൻ ചെയ്യുന്നു. ഈ എക്സും വൈയിലും വാല്യൂസ് ആഡ് ചെയ്തിട്ട് സം എന്ന് പറഞ്ഞ വാല്യൂകളിൽ കൊണ്ടുവയ്ക്കുന്നു. ഈ സമ്മിലുള്ള വാല്യൂ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡോക്യുമെൻ്റ് ഡോട്ട് ഫോം1 ഡോട്ട് ടെക്സ്റ്റ് 3 ഡോട്ട് വാല്യൂ, അതിലേക്ക് ഈ സമ്മിലുള്ള വാല്യൂ അസൈൻ ചെയ്യണം. സ്ക്രിപ്റ്റ് നമ്മുടെ ഫങ്ഷൻ ക്ലോസ് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ടാഗ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ജാവ സ്ക്രിപ്റ്റിൽ നമുക്കൊരു എന്താ പറയുക ഫങ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ജാവ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ഉള്ളൊരു രീതി. അപ്പോൾ ഇത് എക്സാമിന് ഇതിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട്. വാർക്കിംഗ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ്, പിന്നെ നമുക്ക് ഈ നമ്പർ എന്നുള്ള കൺവേർഷൻ, ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ നിന്നുള്ള സ്ട്രിങ്ങിനെ നമുക്ക് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാം, നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിന്നെ ഏതെല്ലാം ഡാറ്റ ടൈപ്പ് ഉണ്ട് ജാവ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ് എപ്പോഴും ഓർക്കുക. ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് എക്സാമിൽ ചോദിക്കും, ഒന്നെങ്കിൽ SQL അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ്. അപ്പോൾ ജാവ സ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ് നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അതിന് നമ്പറിൻ്റെ N ക്യാപിറ്റലായിരിക്കണം, സ്ട്രിങ്ങിൻ്റെ S ക്യാപിറ്റലായിരിക്കണം, ബൂളിയൻ്റെ B ക്യാപിറ്റലായിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ജാവ സ്ക്രിപ്റ്റിൽ ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും ഫങ്ഷനെ കോൺക്രീറ്റ് ഇവൻറ്റിൽ കോൾ ചെയ്യുന്നതും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.